ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വെക്കാൻ പോണത് ഉരുളക്കിഴങ്ങ് വെള്ളേരി കറി വെക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങ് വെള്ളേരിയാണ് കറി വെക്കുന്നത്. ഇനി നമ്മളിതൊക്കെ മുറിച്ചിടുകയാണ്. തോല് പോക്കാതെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഗ്യാസിൻ്റെ അസുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. അതുകൊണ്ടാട്ടോ അങ്ങനെ തോല് പൊളിക്കാത്തത്. വേറെ എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ എല്ലാവർക്കും. അത് മുറിച്ചിട്ടിട്ട ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളരി ചെത്തിടണം. വെള്ളരിൻ്റെ തോലൊക്കെ ചെത്തണം. എല്ലാവർക്കും സുഖവും സമാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ മക്കളെ. ഒരുപാട് ജനങ്ങളുണ്ട് ലോകത്തിൽ. എല്ലായിടത്തിലും ഗൾഫുകാർക്കും നമ്മളെ ഈ ലോകത്തിലും എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ കുടുംബക്കാർക്കും എല്ലാ എൻ്റെ അയലക്കത്തുള്ളവർക്കും എല്ലാവർക്കും അള്ളാഹു ആയുസ്സും ആരോഗ്യം ആഫിയത്തും സന്തോഷവും സമാധാനം കൊടുക്കട്ടെ. എല്ലാവരും വിചാരിച്ച ഹലാലായ മുറാദുകളും അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ മക്കളെ. ഞാൻ വെള്ളരിയൊക്കെ കഷ്ണങ്ങൾ എൻ്റെ പൂവൊക്കെ പോക്കി ഇനി നമുക്കിത് അങ്ങനെ കഷ്ണം വലിയ കഷ്ണമാക്കിയിട്ടായിട്ട് ഞാനിട്ട് അങ്ങനെ ആകുമ്പോൾ എടുത്ത് തിന്നാനുണ്ടാവുമല്ലോ. ഒരു ചെറിയ വെള്ളരിയും എടുത്ത് 4 ചെറിയ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പച്ചമുളകൊക്കെ മുറിച്ചിടണം കേട്ടോ. ഇതൊക്കെ ഇതങ്ങനെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിടുന്നത്. എല്ലാവരും നിങ്ങളൊക്കെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകേണ്ടത്. എല്ലാവരും എന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യിക്കണേ. എന്നാലേ മുന്നോട്ട് പോവുള്ളൂ മക്കളെ. ഞാനത് മുറിച്ച് കഴിഞ്ഞിട്ടോ നമുക്കിൽ പച്ചമുളകും കരിയപ്പിടണം. ഇത് കഴുകി കൊണ്ടുവരട്ടെ. എന്നിട്ട് പച്ചമുളകും മുറിച്ചിട്ട് മുളക് മഞ്ഞൾ ഉപ്പിട്ട് ഇതിതാ നമുക്ക് അടുപ്പത്ത്. ഇതിലേക്ക് ഞാനിതാ ഒരു 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുന്നേ ഇട്ട് കൊടുക്കാത്ത എന്താ പറയുക, തക്കാളി വല്ലാണ്ട് വെന്തൊടിന് എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ എടുത്ത് തിന്നാൻ. അതാണ് കേട്ടോ വെന്തൊടിക്കാത്തത്. ഇതൊരു നല്ല വേവാവും. ഇത് വെന്ത് കഴിയുമ്പോഴത്തേന് പാത്തൂനും കുട്ടികൾക്കൊക്കെ തക്കാളി ഇഷ്ടമാണ് അങ്ങനെ എടുത്ത് തിന്നാൻ. അപ്പോൾ അത് നല്ലോണം അടുക്കിടന്നിട്ട് വേവട്ടെ കേട്ടോ. കേട്ടോ നല്ലോണം തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ലേശം കറിവേപ്പിൻ്റെ ഇല ഇടാം. അത് കഴിഞ്ഞിട്ട് തേങ്ങ ആട്ടി കൊണ്ടുവന്നാണ് കേട്ടോ. മഞ്ഞളും ചുവന്നുള്ളി ഇട്ടിട്ട് ആട്ടി കൊണ്ടുവന്നാണ്. ബിസ്മില്ലാഹിർ. ഇതിലേക്ക് ലേശം നല്ല ജീരകം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം നമുക്ക്. കേട്ടോ ലേശം നല്ല ജീരകം ഇട്ടിട്ടുണ്ട്. ഇല്ല ഇത് ഞാൻ മിക്സി ഒന്ന് കഴുകിയിട്ടേ ലേശം വെള്ളം ഒഴിച്ചെടുത്തതാണ്. നല്ലോണം ഒന്ന് കിടന്നിട്ട് വയ്ക്കട്ടെ കേട്ടോ. തിളക്കട്ടെ ഒന്ന്. ചട്ടി വെച്ചു, എണ്ണ ചൂടായി. ഇതാ കടുക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം കടുക് പൊട്ടിത്തെറിക്കട്ടെ. എന്നിട്ട് കരിവേപ്പിൻ്റെ ഇല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് കറിയിലേക്ക് ഒഴിക്കുക. ഞാൻ കുറച്ച് ഉണക്കൽമാന്ത പൊരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കൽമാന്ത. നല്ലോണം എണ്ണയൊക്കെ ഇടുന്നിട്ട് ഇങ്ങനെ നെരിയട്ടെ. ചെറിയ തീയിലാട്ടോ. പച്ചമീനൊന്നുമില്ല, പച്ചക്കറിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ, ബായ്.